ലൈവിൽ ഇപ്പൊ നമ്മുടെ ജിൻഡോയും അൻസിബയും രതീഷും തമ്മിൽ രസകരമായ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ഞാനാണോ അൻസിബയാണോ നിന്റെ ചങ്ക് എന്ന് രതീഷ് ചോദിക്കുന്നത് ജിൻഡോയോട്. അപ്പൊ ജിൻഡോ പറയുന്നത് ഇവളാണ് എന്ന്. അത് പറഞ്ഞത് രതീഷ് ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറുന്നുണ്ട്. സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടാവാറുള്ള ടിപ്പിക്കൽ മൽപ്പിടുത്തമാണ് കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ രതീഷ് പറയുന്നത് ജയിലില് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് ഇവളില്ലായിരുന്നു. അന്ന് അൻസിബ AC-യിൽ കിടന്ന് ഉറങ്ങുവാണ്. അന്ന് ഞാൻ നിന്നെ താരാട്ടുപാട്ട് പാടി ഉറക്കിയത് നീ ഓർക്കുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ജിൻഡോ പറയുന്നു അൻസിബയെ പറയാൻ കാരണം ഇവൾ എന്നെ കുറെ കുറ്റം പറയും, ജിൻഡപ്പൻ അത് ചെയ്തു, ജിൻഡപ്പൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റ് എന്നോട് പറയും ഇഷ്ടമാണ് എന്ന്, അതെന്റെ ചങ്കില് കൊള്ളും അങ്ങനെ പറയുന്നു ജിൻഡോ. അപ്പൊ അൻസിബ പറയുന്നു ഉള്ളിലൊരു പിഞ്ച് മനസ്സുണ്ടല്ലേ എന്ന് പറയുന്നു. പുതിയൊരു കോംബോയ്ക്കുള്ള തുടക്കമാണ് ഇത് എന്ന് തോന്നുന്നു. വേറുള്ള വെറുപ്പിക്കൽ കോംബോകളെ പോലെ അല്ല, ബ്രദർ സിസ്റ്റർ കോംബോയാണ്. ജിൻസിബ കോംബോ എന്നാണ് പേര്. അത് ഈ ഷോയ്ക്ക് വേണ്ടി പൊട്ടിമുളച്ച വെറും ഒരു കോംബോ ഒന്നുമല്ല. അങ്ങനെ ഒരു തോന്നിയാസം കാണിക്കാൻ ജിൻഡോനെ കൊണ്ടോ അൻസിബയെ കൊണ്ടോ പറ്റില്ല എന്നുള്ളത് ഇത്രയും ദിവസം അവരെ കണ്ട എനിക്കറിയാം, ലൈവില് കണ്ട എനിക്കറിയാം. രണ്ടുപേരും തമ്മിൽ വളരെ നല്ലൊരു റാപ്പോ ഉണ്ട്. ഒരു ചേട്ടന് അനിയത്തോടുള്ള സ്നേഹം, ഇഷ്ടം, സ്നേഹം, അതൊക്കെ ഞാൻ ലൈവില് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജിൻഡോ പറഞ്ഞ പോലെ ജിൻഡോയെ 100 കുറ്റം അൻസിബ പറയും, എന്നിട്ട് ലാസ്റ്റ് പറയും ജിൻഡപ്പനെ ഇഷ്ടമാണ് എന്ന്. അതാണ് ജിൻഡോയ്ക്ക് അൻസിബയെ ഇത്രയും കാര്യം. അപ്പം പുള്ളിക്ക് 2 സഹോദരിമാരുള്ളതാണ്, അതുകൊണ്ടും കൂടി ആയിരിക്കാം അൻസിബയോട് ഇത്രയ്ക്കൊരു റാപ്പോ തോന്നിയത്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു കോൺവെർസേഷൻ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.